ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹറാസ് ഹാപ്പി വ്ളോഗ്. നമ്മളുള്ളത് പഞ്ചാബിലെ അമൃത്സർ എന്നറിയപ്പെടുന്ന നമ്മളുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലത്താണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ ഡയർ സായുധ സേനയുമായി എത്തി ജനങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ വർഷിച്ചു. നിലവിളികളും ഞരക്കങ്ങളും ഉയർന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വെടിയേറ്റു വീണു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പഞ്ചാബിൻ്റെ മണ്ണിൽ പിടഞ്ഞു മരിച്ച നിരപരാധികളായ മനുഷ്യരുടെ ഓർമ്മദിനം ഈ കൂട്ടുകരുതി നടന്നിട്ട് 106 വർഷം പിന്നിടുന്നു. നിരായുധരായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നിമിഷങ്ങൾക്കുള്ളിൽ കവർന്നെടുത്ത ദുരന്തം ഇന്നും ഇന്ത്യൻ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ 1919 മാർച്ചിൽ പാസാക്കിയ റൗലറ്റ് നിയമം എന്ന കരി നിയമമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് വഴി തെളിയിച്ചത്. ഇത് ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമായിരുന്നു. മഹാത്മാഗാന്ധി ഈ നിയമത്തെ കറുത്ത നിയമമെന്ന് വിശേഷിപ്പിച്ചു. ഇടുങ്ങിയ വഴികളും ഉയർന്ന മതിലുകളും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചിരുന്നു. വെടിയുണ്ടകൾ വർഷിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് മനുഷ്യർ വെടിയേറ്റു വീണു. 10 മിനിറ്റിലധികം വെടിവെപ്പ് തുടർന്നു. 1650 റൗണ്ട് വെടിയുണ്ടകളാണ് ആ നിഷ്കളങ്കരായ ജനക്കൂട്ടത്തിന് നേരെ വർഷിച്ചത്. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വീണ്ടും വെടിവെച്ചിട്ടു. ജീവനു വേണ്ടി നിലവിളിച്ചവർക്കു നേരെയും യാതൊരു ദയയുമില്ലാതെ വെടിയുയർത്തി. രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ പലരും മൈതാനത്തിലെ കിണറ്റിലേക്ക് ചാടി. ആ ചെറിയ കിണറ്റിൽ നിന്നും മാത്രം 120 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഒട്ടേറെ പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ മരണസംഖ്യ ഇന്നും കൃത്യമായി ആർക്കും അറിയില്ല. 379 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച ഹണ്ടർ കമ്മീഷണർ കണ്ടെത്തൽ. എന്നാൽ മരണസംഖ്യ ഇതിലും കൂടാമെന്നാണ് വിലയിരുത്തൽ. സംഭവസ്ഥലം സന്ദർശിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യ രേഖപ്പെടുത്തിയത് 1200-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല രാജ്യത്തെ ആകെ ഉണർത്തി. രവീന്ദ്രനാഥ ടാഗോർ തനിക്ക് ലഭിച്ച സർ സ്ഥാനം ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള പ്രതിഷേധം ശക്തമായി അറിയിച്ചു. രാജ്യമെമ്പാടും പ്രതിഷേധ അഗ്നി ആളിക്കത്തി. സാധാരണക്കാരും നേതാക്കന്മാരുമെല്ലാം ഒരേ സ്വരത്തിൽ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ തയ്യാറെടുത്തു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ഈ സംഭവം മൃഗീയമെന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് എലിസബത്ത് രാജ്ഞി ഇന്ത്യ സന്ദർശന വേളയിൽ ജാലിയൻ വാലാബാഗ് സ്മാരകം സന്ദർശിക്കുകയും രക്തസാക്ഷി സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ നടക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചിട്ടുണ്ടെന്നും നല്ലൊരു നാളെ പടുത്തുയർത്തുമെന്നും ശ്രമിക്കാമെന്നുമായിരുന്നു എലിസബത്ത് രാജ്ഞി പറഞ്ഞത്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നും അവർ പറഞ്ഞു.